ജ്യോതിഷവിധിയിലെ മൂന്നാം ഘട്ടമായ കത്തുകളിലേക്ക് നമുക്ക് കിടക്കാം. ഈ ആഴ്ച നെന്മാറയിൽ നിന്നും നികിതയാണ് നമുക്ക് എഴുത്തെഴുതിയിരിക്കുന്നത്. എൻ്റെ മോളുടെ ജനനസമയത്തെക്കുറിച്ചുള്ള ഫലങ്ങൾ അറിയണം. അസുഖങ്ങൾ ഇപ്പോഴുണ്ട്. ഇത് ജാതകപ്രകാരം ഉള്ള ദോഷങ്ങൾ കൊണ്ടായിരിക്കുമോ? നക്ഷത്രം ആയില്യമാണോ മകമാണോ എന്നും സംശയമുണ്ട്. നക്ഷത്രം ഏതാണെന്ന് കൂടി പറഞ്ഞു തരണം എന്നുള്ളതാണ് നികിത എഴുതി ചോദിച്ചിരിക്കുന്നത്. 2012 നവംബർ മാസം 7-ാം തീയതി ബുധനാഴ്ച രാത്രി 10:45 ജനിച്ചിരിക്കുന്നത്. കുട്ടിയുടെ നക്ഷത്രം ആയില്യം നക്ഷത്രം തന്നെയാണ്. ആയില്യം നക്ഷത്രം 4-ാം പാദത്തിലാണ് കുട്ടിയുടെ ജനനം സംഭവിച്ചിരിക്കുന്നത്. ഏകദേശം 11:04 വരെയുള്ളതായിരിക്കുന്ന സമയം വരെ ആയില്യം നക്ഷത്രം പറയുന്നുണ്ട്. ആയില്യം നക്ഷത്രത്തിൻ്റെ അവസാന പാദത്തിലായിട്ടാണ് ജനിച്ചിരിക്കുന്നത്. ആയില്യം നക്ഷത്രത്തിൻ്റെ അവസാന പാദത്തിന് ഗണ്ഡാന്തം എന്നുള്ളതായിരിക്കുന്ന ഒരു ദോഷം പറയപ്പെടുന്നുണ്ട്. ഈ അവസാന പാദത്തിൽ ജനിച്ചിരിക്കുന്നതായ കുട്ടിക്ക് പല രീതിയിലുള്ളതായിരിക്കുന്ന അസുഖങ്ങളും മറ്റ് അനിഷ്ടതകളും ഉണ്ടാകാനുള്ളതായിരിക്കുന്ന സാധ്യത വളരെ കൂടുതലായിട്ട് തന്നെയാണ് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. ബുധൻ്റെ ദശാകാലത്തിലാണ് കുട്ടിയുടെ ജനനം സംഭവിച്ചിരിക്കുന്നത്. ഏകദേശം 1.5 വയസ്സ് വരെയുള്ളതായിരിക്കുന്ന കാലഘട്ടത്തിൻ്റെ സമയം ജാതകപ്രകാരം വളരെ ക്ലേശകരമായിരിക്കുന്ന സമയമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അത് ബാലാരിഷ്ടത അധിക മാത്രയിൽ ഉണ്ടാക്കുന്നതായിരിക്കുന്ന ഒരു സമയമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ആരോഗ്യാവസ്ഥ വളരെയധികം മോശമാകാനുള്ള സാധ്യതയും പറയുന്നുണ്ട്. ഒപ്പം തന്നെ ജാതകപ്രകാരം കാളസർപ്പയോഗം എന്നുള്ളതായിരിക്കുന്ന ഒരു ദോഷയോഗം കൂടിയിട്ട് ജാതകത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇതും ആരോഗ്യപരമായിരിക്കുന്ന അവസ്ഥയ്ക്കെക്കുറിച്ച് ദോഷത്തെ ചെയ്തേക്കാം. ശിവക്ഷേത്രത്തിലെ ഗണപതിക്ക് മാസം പ്രതി ജന്മനക്ഷത്രത്തിന് കറുകമാല എന്നുള്ളതായിരിക്കുന്ന വഴിപാട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. 1.5 വയസ്സ് വരെയുള്ളതായിരിക്കുന്ന കാലഘട്ടം കറുകമാല എന്നുള്ളതായിരിക്കുന്ന വഴിപാട് നടത്തേണ്ടത് അത്യാവശ്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ജാതകപ്രകാരം ആരോഗ്യപരമായിരിക്കുന്ന പ്രയാസങ്ങൾ ഏകദേശം 8.5 വയസ്സ് വരെ ഉണ്ടാകാം. അതിൽ 1.5 വയസ്സ് വരെയുള്ളതായിരിക്കുന്ന കാലഘട്ടം കുറച്ചൊരു മോശമായിരിക്കുന്ന സമയമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. 8.5 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീടുള്ളതായിരിക്കുന്ന സമയകാലഘട്ടം വലിയ ദോഷമില്ല. 28.5 വയസ്സ് വരെയുള്ളതായിരിക്കുന്ന കാലഘട്ടം ജാതകത്തിൽ ശുക്രദശാകാലമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. മകൾക്ക് ആ ദശാകാലം വളരെയധികം ഗുണം ചെയ്യുന്നതായിരിക്കുന്ന സമയമായിട്ടാണ് പറയുക. എന്നാൽ കൂടിയും ഈ ഒരു കാലഘട്ടത്തിൻ്റെതായിരിക്കുന്ന ദോഷം കൂടുതലായി അനുഭവിക്കാനുള്ള സാധ്യത പറയുന്നുണ്ട്. മേൽപ്പറഞ്ഞ വഴിപാട് തന്നെയാണ് അതിന് ഉത്തമ പരിഹാരമാർഗമായിട്ട് പ്രധാനമായിട്ടും സൂചിപ്പിക്കുന്നത്. കൂടാതെ വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും കുട്ടിയുടെ ചോറൂണ് ഗുരുവായൂരിൽ വെച്ച് നടത്തുക എന്നുള്ളതായിരിക്കുന്ന വഴിപാടുകളെല്ലാം ചെയ്യുന്നതും കുറെ കൂടി മെച്ചമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ശിവക്ഷേത്രത്തിൽ ആയുസൂക്ത പുഷ്പാഞ്ജലി, പിൻവളക്ക്, ഇളനീർധാര എന്നീ വഴിപാടുകൾ കുട്ടിയുടെ ജന്മനക്ഷത്രം തോറും നടത്തി വരുന്നതും കുറെ കൂടി ശ്രേയസ്സായിട്ടാണ് പറയാം. 1.5 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ജാതകപ്രകാരം പിന്നെ ആയുർദോഷങ്ങളോ മറ്റു ദോഷങ്ങളൊന്നും കാര്യമായുള്ള ലെവലിൽ സൂചിപ്പിക്കുന്നില്ല. 1.5 വയസ്സ് വരെയുള്ളതായിരിക്കുന്ന കാലഘട്ടം മോശം തന്നെയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അസുഖങ്ങൾ ഇപ്പോഴുണ്ട്. ഇത് ജാതകപ്രകാരമുള്ള ദോഷം കൊണ്ടായിരിക്കുമോ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ജാതകപ്രകാരവും ദോഷവശം ഉള്ളതായിരിക്കുന്ന സമയം തന്നെ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതിനാൽ ഈ പറഞ്ഞിരിക്കുന്നതായ വഴിപാടുകൾ ചെയ്താൽ മാത്രം മതിയാകും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. നക്ഷത്രം ആയില്യം തന്നെയാണ് എന്നുള്ളതാണ്.